ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 46 പോയിൻറ്റ്സ് കുറഞ്ഞ് 23,643 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 418 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 53,710 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 60,567 ക്ലോസ് ചെയ്തപ്പോൾ 272 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പും 108 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണിച്ചത്. 17,882 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 18.79 സെൻസെക്സ് 160 പോയിൻറ്റ്സ് കുറഞ്ഞ് 75,237 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIIയുടെ ഭാഗത്ത് നിന്ന് പതിവിൽ വിപരീതമായി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു DII. FII ബൈയിങ് തുടരുകയാണ്. DIIയുടെ ഭാഗത്തുനിന്ന് 1,958 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. FIയുടെ ഭാഗത്തുനിന്ന് 1,329 കോടിയുടെ നെറ്റ് ബൈ ആയിരുന്നു ഇന്ന് FIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സ്ഡ് ആയിട്ടുള്ള പ്രതികരണം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 21 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 26,070 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 263 പോയിൻറ്റ്സ് കുറഞ്ഞ് 39,816 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 128 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 25,343 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 51,051 ക്ലോസ് ചെയ്തപ്പോൾ 272 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 39 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 15,751 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 40 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 9327 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 356 പോയിൻറ്റ്സ് ഉയർന്ന് 27,716 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1,436 ക്ലോസ് ചെയ്തപ്പോൾ 27 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 261 പോയിൻറ്റ്സ് കുറഞ്ഞ് 13,300 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 191 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,250 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 83 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 24,634 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 147 പോയിൻറ്റ്സ് കുറഞ്ഞ് 8,027 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 756 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,815 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,379 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,412 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,689 ക്ലോസ് ചെയ്തു. വെനസ്ഡേ ഇന്ന് 23,643 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 532 പോയിൻറ്റിൻ്റെ കുറവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 2.20% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,643 നിൽക്കുമ്പോൾ 9.51% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 നിഫ്റ്റി ഇന്ന് 23,643 നിൽക്കുമ്പോൾ 4.47% ലോസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ 1,016 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,914 കമ്പനീസ് ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ TMPV 5.25% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 2.54% റാലി നടത്തി. ഇൻഫോസിസ് 2.19%, ടെക് മഹീന്ദ്ര 2.02%, കോൾ ഇന്ത്യ 1.79%, പവർ ഗ്രിഡ് 1.36%, അദാനി പോർട്സ് 1.22%, ഭാരതി എയർടെൽ 1.16%, ആൻഡ് മാരുതി സുസുക്കി 1.12%, ആൻഡ് HUL 1.05% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് നിന്ന് ഹിൻഡാൽകോ 3.24% ഫോളോ കണ്ടു. നെസ്ലെ ഇന്ത്യ 1.99% ഫോളോ നടത്തി. ടാറ്റ സ്റ്റീൽ 1.94%, ഇറ്റേണൽ 1.89%, റിലയൻസ് 1.87%, അൾട്രാടെക് സിമന്റ് 1.75%, SBI 1.70%, M&M 1.60%, JSW Steel 1.40%, ആൻഡ് ഭാരതി ഇലക്ട്രിക് 1.21% ഫോളോ കണ്ടു. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. അടുത്തത് നമുക്ക് ഈ ആഴ്ചത്തെ സമ്മറി ഡീറ്റെയിൽസ് കിടക്കാം. ഇത് കഴിഞ്ഞ ഫ്രൈഡേ മുതൽ
ക്ലോസ് ചെയ്തത് മുതൽ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് വരെയുള്ള ഡീറ്റെയിൽസാണ് മറ്റുള്ള സ്റ്റോക്സ് സെക്ടർ വൈസ് കമ്പാരിസണിൽ കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ഫ്രൈഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ആകെ 18,524 കോടി രൂപയുടെ നെറ്റ് ബൈ ആയിരുന്നു DIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. FIയുടെ ഭാഗത്തുനിന്ന് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ബാക്കി എല്ലാ ദിവസവും ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ആകെ FIയുടെ ഭാഗത്തുനിന്ന് ഈ ആഴ്ച 13,583 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് നടന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെൻസെക്സ് എന്നിവയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഫ്രൈഡേ മുതൽ ക്ലോസ് ചെയ്തത് മുതൽ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 1,600 പോയിൻറ്റിൻ്റെ കുറവുണ്ടായി നിഫ്റ്റി ബാങ്കിൽ 2.89% ഫോളോ കണ്ടു. നിഫ്റ്റി മിഡ് ക്യാപ് 1,343 പോയിൻറ്റ്സ് കുറഞ്ഞ് 2.17% ഫോളോ കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 854 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 4.56% ഫോളോ നടത്തി. സെൻസെക്സ് 2,090 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 2.70% ഫോളോ നടത്തി. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വീക്ക്ലി സമ്മറിയിൽ ആകെ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ തന്നെ നിഫ്റ്റി ഈ ആഴ്ച ആകെ എബോവ് 8% ഫോളോ കണ്ടു. നിഫ്റ്റി ഓട്ടോ 1,189 പോയിൻറ്റ് കുറഞ്ഞ് 4.36% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി 978 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 2.40% ഫോളോ കണ്ടു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 2.57% ഫോളോ നടത്തിയപ്പോൾ 667 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 114 പോയിൻറ്റ്സ് കുറഞ്ഞ് 0.22% ഫോളോ നടത്തി. നിഫ്റ്റി ഹെൽത്ത് കെയർ 335 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 2.17% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 169 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.79% ഫോളോ നടത്തി. നിഫ്റ്റി IT 1,677 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 5.71% ഫോളോ നടത്തി. നിഫ്റ്റി മീഡിയ 36 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 2.49% ഫോളോ നടത്തി. നിഫ്റ്റി മെറ്റൽ 249 പോയിൻറ്റ്സ് ഉയർന്ന് 1.91% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 348 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 3% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 524 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 2.18% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 344 പോയിൻറ്റ്സ് കുറഞ്ഞ് 4.12% ഫോളോ നടത്തി. നിഫ്റ്റി റിയാലിറ്റി 67 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8.17% ഫോളോ നടത്തി. ഇതാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ പ്രധാനമായ ന്യൂസ് അപ്ഡേറ്റ്സും സമ്മറിയും. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.